ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലു വെച്ച് വ്ലോഗ്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കുർത്തീസിലെ സെമി മെറ്റീരിയൽ സാരി കളക്ഷൻസ് നിങ്ങളെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഇപ്പൊ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് കുർത്തീസിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ പ്യൂർ മെറ്റീരിയൽ സാരി കളക്ഷൻസിന്റെ കുറച്ച് വീഡിയോസ് ആണ്. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇത് പോത്തീസിലെ ഫസ്റ്റ് ഫ്ലോർ ആണ്. ഇവിടുത്തെ എല്ലാ സെക്ഷനിലെയും സാരി കളക്ഷൻസ് കാണാം. ഫസ്റ്റ് നമുക്ക് ചുങ്കിടി സാരീസിന്റെ കളക്ഷൻസ് കാണാം. ചുങ്കിടി, ഇതിന് എങ്ങനെ റേറ്റ് എങ്ങനെ സ്റ്റാർട്ടിങ്? സ്റ്റാർട്ടിങ് 3000 തന്നെ. ഇതിന് ബ്ലൗസാ പ്ലെയിൻ ആണ്? പ്ലെയിൻ ബ്ലൗസ്, കൈക്ക് ബോർഡർ. പിന്നെ ഇത് പല്ലു, ഇത് പല്ലുമായിട്ട്. പല്ലുവിന് ഡിസൈൻ ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ? ഇത് പല്ലു, ഇത് ബോഡി അല്ലേ? ഇപ്പൊ അതിന് ബ്ലൂ അല്ലേ? പിന്നെ ഇത് നമ്മുടെ എന്ത് കളറാ? ഇത് ഇത് കസവുണ്ട്. ഇതിന് പർപ്പിൾ അല്ലേ? ഇത് പർപ്പിൾ കളർ അല്ല, ഇത് മുന്തിരി ചാറിന്റെ മുന്തിരി കളർ അല്ലേ? ഇത് ഗ്രേപ്പ് വൈൻ അല്ലേ? ഇത് പിങ്ക് അല്ലേ? പിങ്ക് ഷെയ്ഡ് അല്ലേ? ഇത് റാണി പിങ്ക്. നല്ല സോഫ്റ്റ് ഇല്ലേ? എടുക്കാൻ നല്ല രസം. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ. ഇത് പ്യൂർ സിൽക്ക് ഡൈ ചെയ്തിട്ട് പ്യൂർ സിൽക്ക് ആണ് ഞാൻ ചെയ്യുന്നത്. പ്യൂർ സിൽക്കിന്ന് ഡൈ ചെയ്ത് വന്ന് ഈ കളറിലേക്ക്. അതുകൊണ്ടാണ് 13,000. പക്ഷെ നല്ല സൂപ്പർ സാധനം. സൂപ്പർ സാരി. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതാ അല്ല, ഈ സാധനം ഇപ്പോഴത്തെ സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഈ റേറ്റ് നിക്കോ? ഈ റേറ്റ് നിൽക്കും 13,000. ആണെങ്കിൽ 3 ദിവസം ആവും പോളിഷ് ചെയ്തെടുക്കാൻ അല്ലേ? ഇവര് ചെയ്തു തരും. ഇത് നമ്മൾ കാണിച്ച ആഷ് കളറിന്റെ അതല്ലേ? അതിന്റെ വയലറ്റ് ഷെയ്ഡ്. ഈ കാണുന്ന എല്ലാം ബ്യൂട്ടിഫുൾ ചുങ്കിടി സാരി സെക്ഷന്റെ കളക്ഷൻസ് ആണ്. ഇനി നമുക്ക് മൊഡ സിൽക്കിന്റെ പ്യൂർ കളക്ഷൻസ് ആണ്. താഴെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ടത് മൊഡ സിൽക്സിന്റെ സെമി മെറ്റീരിയൽ ആയിരുന്നു. മൊഡ സിൽക്ക്. ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? 5,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ജിറക് പ്രിന്റിന്റെ മൊഡ സിൽക്ക്. അതിന്റെ കുറച്ച് കളക്ഷൻസ് ഒന്ന് എടുത്തിട്ട് നോക്കണ്ട, ചുമ്മാ എടുത്തിട്ട് തന്നാ മതി. വേറെ ബ്ലൂ, ഇൻഡിഗോ ബ്ലൂ, പ്ലെയിൻ വിത്ത് റെഡ്. നമുക്ക് ഈ മൊഡ സിൽക്ക് ഒക്കെ ഡെയിലി വെയറിന് നല്ലത്. എടുത്തു കൊടുത്തോണ്ട് പോടാ. സ്കൂളിലൊക്കെ നിനക്ക് ടീച്ചർ നല്ല സോഫ്റ്റ്. അതിന് വേറൊന്ന് അങ്ങനെ ഇനി അത് കാണിക്കാം. അങ്ങനെ വെറൈറ്റി ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മൊഡാസിൽ എല്ലാം ഒന്നും എടുത്തിടാൻ പറ്റത്തില്ല. കാണണമെങ്കിൽ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യും അല്ലേ? പീസ് ഏതാ വരുന്നത്? ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൗസാ അല്ലേ? ഈ മൊഡ സിൽക്കിന്റെ ബ്ലൗസ് പീസാ. ഡബിൾ ഷെയ്ഡാണോ? ഡബിൾ ഷെയ്ഡ് ആണോ എന്നൊരു സംശയമുണ്ട്. ഡബിൾ ഷെയ്ഡ് അല്ലേ ഇത്? ഇത് ബ്ലൗസിന്റെ ആയിരിക്കും. ഏതാ ഇത്? ബ്ലൗസ്. ഇത് ബോഡി ഫുൾ. ഇത് പക്ഷെ അതിന്റെ പ്രിന്റില് ചെറിയ വ്യത്യാസം വരുന്നുണ്ടല്ലേ? മുന്താണി ഇത്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഇത് മൊഡ സിൽക്കിന്റെ. ഓക്കെ, ജോർജറ്റ. നമ്മൾ താഴെ കണ്ടത് ജോർജറ്റാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ പ്യൂർ ആണ്, ഗ്രേപ്പ് കളറാ. ഇതിന് എത്ര റേറ്റ് എങ്ങനെ വരും? ഇവിടെ സ്റ്റാർട്ടിങ് എത്ര? 14 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പ്യൂർ ബനാറസ് ആയത്, ഒരു മിക്സ്ഡും ഇല്ല അല്ലേ? ബനാറസ് ക്രേപ്പ്, അങ്ങനെ കുറെ കളക്ഷൻസ് ഇല്ലേ? ഇതിന്റെ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. ഇത് പ്യൂർ ബനാറസ് ജോർജറ്റ്. ഇതിന്റെ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. ഇതെല്ലാം അതിന്റെ ഡാർക്ക് കളേഴ്സ്. അങ്ങനെ ഒരുപാട് അങ്ങോട്ടും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഷെയ്ഡ്സിന്റെ. ഇത് ബനാറസ് ജോർജറ്റ് അല്ലേ? ഇതിന്റെ ബ്ലൗസ് കാണിച്ചടി. ഇത് പ്യൂർ ബനാറസ് സിൽക്കിന്റെ ജോർജറ്റ് അല്ലേ? ഇത് ബ്ലൗസ് ആണ്, പ്ലെയിൻ വിത്ത് കൈക്ക് ബോർഡർ. അത് പ്ലെയിൻ ആണ്. പ്ലെയിൻ വിത്ത് കൈക്ക് ബോർഡർ ബ്ലൗസ് പീസ് ആണ്. ബോർഡർ ആണ് കേട്ടോ, പ്ലെയിൻ വിത്ത് ബോർഡർ. ഇത് ലക്ഷ്മി കാണിച്ചതിന്റെ പല ഷെയ്ഡ്സ് ആണ്. ഇതെല്ലാം പ്യൂർ ബനാറസ് ജോർജറ്റിന്റെ പല ഷെയ്ഡ്സ് ആണ് ഇതെല്ലാം. അപ്പൊ മുമ്പേ കാണിച്ചില്ലേ ഒരു അതിന്റെ ഒരു വേറൊരു ഷെയ്ഡ് അല്ലേ? ജോർജറ്റ് ഗ്രേപ്പ്. ഇത് രണ്ടും ഒരേ മെറ്റീരിയൽ. അത് ക്രേപ്പ്. ഇത് ജോർജറ്റ്.
ഇത് ജോർജറ്റാണ്. ആ അതിന്റെ കോൺട്രാസ്റ്റ് വർക്ക്. വേണ്ട ഇത് ഒരു ഗ്രീനും ഒരു യെല്ലോയും കോൺട്രാസ്റ്റ് അല്ലേ. പിന്നെ ഇത് ഒരു ഗ്രീനും റെഡും, ഡാർക്ക് ഗ്രീനും റെഡും. റെഡും കൂടെ. ഇത് മുന്താണി എങ്ങനെ വരുന്നേ? പല്ലു താണ്ടേത്. ഇതെങ്ങനെ റേറ്റ് എങ്ങനെ വരും? ഇത് 7500 സ്റ്റാർട്ടിങ്. പ്യൂർ ബനാറസ് സോഫ്റ്റ് സിൽക്ക് അല്ലേ? ഇത് ബ്ലൗസ് ഇത് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ബനാറസ് സോഫ്റ്റ് സിൽക്ക് 7500 സ്റ്റാർട്ടിങ്. മെറ്റീരിയൽ ഡ്രസ്സ് സിൽക്ക്. ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇത് 6500 സ്റ്റാർട്ടിങ്. ഇതെല്ലാം കോൺട്രാസ്റ്റ് അല്ലേ? ഇതെല്ലാം കോൺട്രാസ്റ്റ്. ഇതിപ്പോ ബ്ലൗസ് ഇതായിട്ട് വരും ഈ കളർ. ബ്ലൗസ് ഈ കളറാണ്. അതേപോലെ ഇതിന് ഗ്രീൻ. ഇതാ ഇതിന്റെ വേറെ ടെസർ സിൽക്കിന്റെ ഒരു ബ്ലൗസ് അതായിട്ട് വരും. ബ്ലൗസ് പ്ലെയിൻ ആണല്ലേ? ഇത് മാക്സിമം ഇത് വർക്കാണ് ബനാറസ് എന്ന് പറയും. മെറ്റീരിയൽ ടസർ സിൽക്ക് ആണ്. ഈ മെറ്റീരിയൽ ടസർ സിൽക്ക്. മെറ്റീരിയൽ ടസർ സിൽക്കും. ഇത് ബനാറസ്. ബനാറസ് ഏത് ഈ ബോർഡർ ബനാറസ്. കോൺട്രാസ്റ്റ് അല്ല, സെയിം അതേ മെറ്റീരിയൽ അല്ലേ? ടസർ സിൽക്ക്. ഇത് പേസ്റ്റൽ ഷെയ്ഡ്, നല്ല കളറ്. ഇതും അതല്ലേ? ഇത് സന്ദേരി സിൽക്കിലെ ബനാറസ്. ബനാറസ് ബോർഡർ. ചന്ദേരി സിൽക്കിന്റെ. ഇത് വിചാരിക്കും ബനാറസി ഉണ്ട്, പല പല ബനാറസ്. പക്ഷെ ബോഡിയാ വ്യത്യാസം വരുന്നത്. ഈ ബോർഡർ ബനാറസി ആയിരിക്കാം, അതാ വ്യത്യാസം വരുന്നത് അല്ലേ? ഈ ടസറല്ലേ? ഇത് ടസർ സിൽക്ക് ഫുള്ള് ബോഡിയിൽ ടസർ വരും. ഇത് ബനാറസി, ബോർഡർ ബനാറസ്. ബോർഡർ ബനാറസ് അത് തന്നെ അല്ലേ? ഇത് പ്ലെയിൻ വിത്ത് ബോർഡർ. ഇത് പ്ലെയിൻ വിത്ത് ബോർഡർ ബനാറസ്. ബോഡിയാ വ്യത്യാസം ചേഞ്ച് വരുന്നത്. ടസർ സിൽക്കിൻ്റെ ബോർഡർ വരുന്നത് ബനാറസ്. ഓക്കെ ഓക്കെ അല്ലേ? ഫ്ലോറൽ പ്രിന്റ്. ഇത് അതൊന്ന് ഫ്ലോറലിന്റെ ബനാറസ്. ഇത് ബോർഡർ ബനാറസും ബോഡിയാ ബോഡി ഫുൾ ഇതാ. അത് ടസർ സിൽക്കാണ്. ടെസർ പ്രിന്റഡ് ആണ്. പ്രിന്റഡ്. നല്ല കളർ. ഇത് ബ്ലൗസ് പീസ് ആയിട്ട് വരും. ഓക്കെ. പിന്നെ നെക്സ്റ്റ് കാണിച്ച് വേറെ ഇതിന്റെ വേറെ ഷെയ്ഡ് നോക്കണ്ട. ബോർഡർ ഇല്ലാത്ത ടൈപ്പ് പ്രിന്റഡ്. ബോർഡർ ഇല്ലാത്തത് വിത്തൗട്ട് ബോർഡർ സിംഗിൾ. ഇത് മുന്താണി ബനാറസ്. ഇത് ബ്ലൗസ് ആയിട്ട് വരും. ഇതൊക്കെ പ്രൈസ് റേഞ്ച് എത്ര വരും? സ്റ്റാർട്ടിങ് 7000. പ്യൂർ ബനാറസ് പ്ലെയിൻ സിംഗിൾ ഷെയ്ഡ്. അത് കോൺട്രാസ്റ്റ്. അത് സിംഗിൾ ഷെയ്ഡ്. ടെസർ സിൽക്കില് ഫുൾ എംബ്രോയിഡറി ഉള്ളത്. കട്ട് വർക്ക് ബോർഡർ. ബ്ലൗസ് പ്ലെയിൻ വിത്ത് പ്ലെയിൻ ആണ്. ബോർഡർ ഇല്ല. പ്ലെയിൻ ടൈപ്പ്. ബോഡി ഫുൾ ഇതാണ്. ഇതൊക്കെ നല്ല ഇത് കൊടുത്താൽ നല്ല റിച്ച്. ലൈറ്റ് ഷെയ്ഡ്സ് അല്ല. ഇത് അത് കണ്ടതിന് വേറൊരു കളറാണ് അല്ലേ? പേസ്റ്റൽ ഷെയ്ഡ് അല്ലേ? പേസ്റ്റൽ ഷെയ്ഡാണ്. പിന്നെ പ്ലെയിൻ ആണ് കേട്ടോ, എല്ലാം പ്ലെയിൻ. ബ്ലൗസ് പ്ലെയിൻ വിത്തൗട്ട് ബോർഡർ ആണ്. നല്ല വർക്കുണ്ട് കേട്ടോ. എംബ്രോയിഡറി വിത്ത് ബോർഡർ കട്ട് വർക്ക് കണ്ടോ. അതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ, വെറൈറ്റി കളേഴ്സ് ഉണ്ട്. ഇതെല്ലാം ബനാറസി അല്ലേ? ഇതെല്ലാം ബനാറസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇത് ടസറിന്റെ, അതായത് എംബ്രോയിഡറി വർക്ക് വിത്ത് കട്ട് വർക്ക്. അതിന്റെ വെറൈറ്റി ഷെയ്ഡ്സാ നമ്മളിപ്പോ കാണിച്ചത്. ടെസറിന്റെ. ഓക്കെ. കത്താൻ സിൽക്ക്. ഈ കത്താൻ സിൽക്ക് ഇത് തമ്മിൽ വ്യത്യാസം എങ്ങനെയാ? അത് മെറ്റീരിയൽ ആണ്. മറ്റേ നമ്മ ടസർ സിൽക്ക് പറഞ്ഞില്ല, അതുപോലത്തെ കത്താൻ സിൽക്ക് ആണ്. അപ്പൊ നമ്മൾ താഴത്തെ ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ഒരു കത്താൻ സിൽക്ക് ഉണ്ട്, ബനാറസ് കത്താൻ സിൽക്ക്. അതിന്റെ പ്യൂർ ഇത് പ്യൂർ ആണ്. ഇത് പ്യൂർ ആണ്. ഇത് മാക്സിമം സ്റ്റാർട്ടിങ് 15 ആണ്. 15 എബവ് 15 ആയത് കത്താൻ ബനാറസ്. കളേഴ്സും ഉണ്ട്, പേസ്റ്റൽ കളേഴ്സും ഉണ്ട്. അങ്ങനെ അതിന്റെ ഷെയ്ഡ്സാ ആയിരിക്കുന്നതല്ല. ഒരുപാട് കത്താൻ ബനാറസിന്റെ സ്റ്റാർട്ടിങ് 15,000. അങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട്, ഡാർക്ക് കളേഴ്സും ഉണ്ട്. ഇതാണ് ഇത് അതിന്റെ വിത്തൗട്ട് ബോർഡർ. വിത്ത് ബോർഡർ ആണോ? ഓ വിത്ത് ബോർഡർ. ഇത് ബ്ലാക്ക്, ഇത് ഗ്രീൻ. ഇത് സിംഗിൾ ഷെയ്ഡ് ആണോ? സിംഗിൾ ഷെയ്ഡ്. ഇതിലെല്ലാം സിംഗിൾ ഷെയ്ഡാ അല്ലേ? കോൺട്രാസ്റ്റ് ആയിട്ട് ഒന്നും വരത്തില്ല. വേറൊരു ഷെയ്ഡ് മജന്ത അല്ലേ?
ഇതൊക്കെ കല്യാണത്തിനൊക്കെ മാരേജ് ഫംഗ്ഷനൊക്കെ ഉടുക്കാൻ നല്ല അല്ലേ? കത്താൻ ബനാറസ്. ഒരു സോഫ്റ്റ് സിൽക്ക് ബനാറസ്. സോഫ്റ്റ് സിൽക്കിന്റെ കളക്ഷൻസ് ആണ്. ഇതിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കുറച്ചിങ്ങോട്ട് മാറ്റി. ഇതെല്ലാം കാഞ്ചീപുരം സാരിയുടെ കളക്ഷൻസ് അങ്ങേ അറ്റം. പിന്നെ ഇത് മൊത്തം അങ്ങേ അറ്റം മാത്രമല്ല, ഇതെല്ലാം കാഞ്ചീപുരം സാരി കളക്ഷൻസ് ആണ്. ഇതെല്ലാം കാഞ്ചീപുരം സാരി കളക്ഷൻസ് ആണ്. 6000, ഇത് 6000. ഇതെല്ലാം ഇതിന്റെ വെറൈറ്റി ഷെയ്ഡ്സ് ഉള്ള കാഞ്ചീപുരം വസുന്ധര പട്ടിന്റെ ഒരു 3-4 കാണിക്കാൻ പറ്റുമോ? ഇത് വസുന്ധര. ഈ വസുന്ധര പട്ട് ഇത് നമ്മൾ ആഘോഷിക്കുന്നു ചോദിച്ചാൽ എന്ത് വ്യത്യാസം വരച്ചേ? ഈ വസുന്ധര പട്ട് എന്ന് പറയുന്ന ഇതാണോ വസുന്ധര പട്ട്? ഇതിന് എന്ത് വ്യത്യാസം? വസുന്ധര പട്ട് മോഡൽ ഒന്നും ചേഞ്ച് ആവുന്നു. കോൺട്രാസ്റ്റ്. അപ്പൊ ഇത് മുന്താണി ഈ ബ്ലൂ ആണ്, ഡാർക്ക് ബ്ലൂ. ഇത് സൂപ്പർ അല്ലേ? ബ്ലൗസ് ബ്ലൂ ബ്ലൗസ് വിത്ത് ബോർഡർ വരും ബ്ലൗസിന് അല്ലേ? ഇത് വസുന്ധര. ഇത് കാഞ്ചീപുരം തന്നെ അല്ലേ? വസുന്ധര വേറൊരു മോഡല് കാഞ്ചീപുരത്ത്. ഓക്കെ ഓക്കെ. വസുന്ധര 3D. അത് വേറൊരു കളർ വസുന്ധര. ഇതിന്റെ റേറ്റ് 10,000 തൊട്ടല്ലേ സ്റ്റാർട്ടിങ്? 15,000 സ്റ്റാർട്ടിങ്. ഇതിന്റെ വേറൊരു ഷെയ്ഡ് ഇല്ലേ? പേസ്റ്റൽ ഷെയ്ഡ് ആയല്ല അല്ലേ? ഇത് ഇതില് കോൺട്രാസ്റ്റ് ഉണ്ടോ? വസുന്ധരപ്പട്ടിന്റെ ഒരുപാട് ഷെയ്ഡ്സ് ആണ്. അപ്പൊ ഇത് ബ്രൊക്കേഡിന്റെ ബ്രൊക്കേഡ്, കാഞ്ചീപുരം ബ്രൊക്കേഡ്. പ്രൈസ് എങ്ങനെ വരുന്നത്? 13. അതിന്റെ ഷെയ്ഡ്സ് ഇതോടെ വയലറ്റ് പല കളേഴ്സ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് കാഞ്ചീപുരം, പ്യൂർ കാഞ്ചീപുരം. ഹാൻഡ്ലൂം. ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? 22 or 24 or 22 അതിന്റെ ഇതും അത് സെയിം അല്ലേ? സെയിം വേറെ ഷെയ്ഡ് ഇല്ലേ? പേസ്റ്റൽ ഷെയ്ഡ് വരും അത്. മിഷൻ മെയ്ഡ്. ഇത് മിഷൻ മെയ്ഡാ. മിഷൻ മെയ്ഡാണോ? അതെ. അപ്പൊ അതിങ്ങോട്ട് എടുത്തിട്ട് ഈ 2 റാക്ക് അതാന്ന് പറഞ്ഞു. ബിലോ 10,000 മിഷൻ മെയ്ഡ്. എന്താണ് ഇതായിരിക്കും വരുന്നല്ലേ? ഈ കളറായിരിക്കും. അല്ലൂമിന്റെ തന്നെ പേസ്റ്റൽ ഷെയ്ഡ്. ഇത് ഒരുപാട് വേറെ പേസ്റ്റൽ ഷെയ്ഡ് എടുത്ത് എന്താണ് ഇതിന്റെ തന്നെയാണോ ഇത്? അതെടുക്ക്. ബ്രൗൺ മുത്തുവേ. ഇത് ഹാൻഡ്ലൂം ആണോ? ഹാൻഡ്ലൂം. നല്ല ഹാൻഡ്ലൂമിന്റെ. മറ്റേത് ഹാൻഡ്ലൂമാണ്. ഇതാണ് ഇത് വരുന്നത്. ഏത് റേറ്റ് വരും? വെഡിങ്ങിന്റെ ആണ്. അത് ഹാൻഡ്ലൂം തന്നെ. ഇവിടെ എല്ലാം ഇരിക്കുന്ന ഹാൻഡ്ലൂം. ഇതൊക്കെ പരമ്പര പട്ടി വരുന്നതാണോ? എത്ര റേറ്റ് അത്? 20-25. ട്രഡീഷണൽ പട്ടില്ലേ? കാഞ്ചീപുരം ഹാൻഡ്ലൂമിന്റെ 12,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. കളക്ഷൻ എത്ര റേഞ്ച് എങ്ങനെയാ? 15 to 20,000. 20,000 എടുക്ക്. എടുത്തിട്ട് പിന്നെ അതെല്ലാം എടുത്തിട്ട് നോക്കണ്ട, ചുമ്മാ എടുത്തിട്ട്. ഇതെല്ലാം ഹാൻഡ്ലൂം ആണ്. ഹാൻഡ്ലൂം ആകുമ്പോൾ നമ്മൾ ഇച്ചിരി പ്രൈസ് കൂടും.
നല്ല സോഫ്റ്റ് ആയി അല്ലേ? ഇതെല്ലാം കാഞ്ചീപുരം ഹാൻഡ്ലൂമാണ്. ഇത് ആന്റിക് ബ്രോക്കേഡ്സ്, ആന്റിക് ബ്രോക്കേഡിന്റെ കാഞ്ചീപുരം. 20,000 to 30,000 കുറച്ച് കളക്ഷൻസ് ആണ് ഇതൊക്കെ. ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് അതെല്ലാം ഒന്നും നമുക്ക് ഇവിടെ നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്ര പ്രൈസ് നോക്കേടി? അത് എത്ര പ്രൈസ് നോക്കാൻ? 25,000 പറഞ്ഞു. ഇതെല്ലാം എന്താണ്? ട്രഡീഷണൽ ഹാൻഡ്ലൂം. എബവ് 30,000 കളക്ഷൻസ് ആണ് ഈ ഇരിക്കുന്നതൊക്കെ. സർവീസ് ബട്ട് എബവ് 50,000 ആയത്. പ്യുവർ കാഞ്ചീപുരം അല്ലേ? റിയൽ കാഞ്ചീപുരം. അതിന്റെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം എല്ലാരും ഇവിടെ വന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? എക്സ്ക്ലൂസീവ് ടിഷ്യൂ സാരീസ് 20,000 to 30,000. ഒരുപാട്. ഇത് മന്ത്രകോടി സാരീസ്. ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ആർട്ട് സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് ആട്ടോ. ഇതൊക്കെ ഇവിടെ വന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് കാണുമോ. ഹ്യൂജ് വെറൈറ്റി കളക്ഷൻസ് ഓഫ് സാരീസ് ആണ്. ആക്ച്വലി നമ്മൾ സാരീസൊക്കെ കാണുമ്പം അത്ര ഭംഗി തോന്നത്തില്ല. നമ്മൾ വിയർ ചെയ്ത് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗിയല്ലേ. എന്താ രസം ഈ സാരീസൊക്കെ ഉടുത്ത് നിൽക്കുന്ന കാണാനല്ലേ. ആ ബ്ലൗസും ഒക്കെ ആയിട്ട് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അല്ലേ. ഇത് ഞങ്ങൾക്ക് തന്നെ അറിയാം ഇതൊക്കെ എന്തോന്ന്. സെമി ചന്തേരി സിൽക്ക്, സെമി ടസർ സിൽക്ക് കളക്ഷന്റെ ഒരു എന്താ പറയാ, കളക്ഷന്റെ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സാരി കളക്ഷൻസ് തന്നെയാണ് നമ്മുടെ ഓഫീസിലുള്ളത്. പൂവ ചന്തേരി കോട്ടൺ. അതാണ്ട് പൂവ ചന്തേരി ഇതല്ല. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ് നമുക്ക്. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ. നമുക്ക് എന്ത് വേണേലും ഇവിടെ ഒന്ന് നമ്മൾ ഒരു നമ്മൾ ഏത് ഡിസൈനും ഏത് സ്റ്റഫാണ് ആഗ്രഹിക്കുന്നത് അല്ലേ, അത് ഇവിടെ തന്നെ വരണം. ഇഷ്ടംപോലെ കളക്ഷൻസ് ആണ് ഇല്ലേ. ഓർഗൻസ ഫാൻസി, ഓർഗൻസ ഫാൻസിയുടെ ഒരുപാട് കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. എല്ലാം ഒന്നും ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഓർഗൻസ ഫാൻസി സാരി അങ്ങനെയുള്ളത്. ഇവിടുത്തെ ലൈറ്റ് സെറ്റിങ്സ് ആണ്. ഒരു ഷോപ്പിൽ പല ഷോപ്പിലും ഞങ്ങൾ വ്ളോഗ് ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു ലൈറ്റ് സെറ്റിങ്സും സ്പേഷ്യസും ആയിട്ട് ഒരു ഷോപ്പ് ഇല്ല കേരളത്തിലെന്ന് വേണം പറയാൻ. പ്രിന്റഡ് സിൽക്ക് അല്ലേ? പ്രിന്റഡ് സിൽക്കിന്റെ പ്യുവർ പ്രിന്റഡ് സിൽക്കിന്റെ വെറൈറ്റി കളക്ഷൻസ്. ഇതൊന്ന് 1,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 1,800 സ്റ്റാർട്ടിംഗ്. ഇത് 1,800. ഇത് വേറെ കളക്ഷൻ. ഇത് 9,000 ആണ്. അത് വേണ്ട. പ്രിന്റഡ് സിൽക്കിന്റെ കുറച്ച് ടിഷ്യൂ. ഇതിനൊക്കെ എങ്ങനെ റേറ്റ്? 5,480. അതൊന്നും വേണ്ടല്ലേ. പ്രിന്റഡ് സിൽക്കിന്റെ മെറ്റീരിയൽ ഓർഗൻസ പ്രിന്റഡ് സിൽക്ക് എത്ര റേറ്റ്? 7,000 സ്റ്റാർട്ടിംഗ്. 7,000 സ്റ്റാർട്ടിംഗ്. ഇതിന്റെ ബിലോ റേഞ്ച് എത്ര? സ്റ്റാർട്ടിംഗ് ഇതിൽ ഈ റേഞ്ച് ആണ്. ഈ പ്രിന്റഡ് സിൽക്കിന്റെ മാക്സിമം നമ്മളുടെ പ്യൂർ ആണ് അധികമുണ്ട്. സെമി ആണ് കുറവേ ഉണ്ട്. ഓക്കെ ഓക്കെ. സെമി ആണെങ്കിൽ 1,800 മുതൽ സ്റ്റാർട്ട് ചെയ്യും. പ്യൂർ ആണെങ്കിൽ പ്യൂർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? 7,000 സംതിങ്. 7,000 to 15 വരെയും. 7,000 to 15,000. വേറൊരു പ്രിന്റഡ് സിൽക്ക്. പ്യൂർ ടസർ സിൽക്കിലെ പ്രിന്റഡ് ഉള്ളത്. ഓക്കെ ഓക്കെ. പ്യൂർ ടസറില് പ്രിന്റഡ് ഉള്ളത് 10,000 സ്റ്റാർട്ടിംഗ്. 10,000 സ്റ്റാർട്ടിംഗ്. ഇത് കസവില്ലാത്തത്. കസവില്ലാതെ പ്രിന്റഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പ്രിന്റഡ് സിൽക്ക് ആണ്. പക്ഷെ ഇതിൽ കസവുണ്ട്. ടസർ സിൽക്ക്. അതിന്റെ ഒരുപാട് കളക്ഷൻസ് ആയി കാണുന്നില്ല. ഭയങ്കര ഇഷ്ടമായിരുന്നു. ടസർ സിൽക്ക്. ഇതിപ്പോ ഇതിന്റെ നമ്മള് ബോഡി ഇതും ഇതായിരിക്കില്ലേ? ബോഡി ഫുൾ ആണ്. ഇത് ബ്ലൗസ് മുന്താണി പ്ലെയിൻ. ഓക്കെ ഓക്കെ. കലങ്കാരിയുടെ പ്രിന്റഡ് സിൽക്ക് അല്ലേ? കൊള്ളാം. ഇതിന്റെ ബ്ലൗസ് ഇതായിരിക്കും. ഇത് ബ്ലൗസും പിന്നെ പല്ലു ഒരേ കണക്കാന്ന് തോന്നുന്നു അല്ലേ? അതോ ഇത് ബോഡിയാന്ന് തോന്നുന്നു. അത് ബ്ലൗസും അത് മുന്താണി. ഇത് ബോഡി. ഇപ്പഴാ സൂപ്പർ ആയതാട്ടാ.
ഇത് ബോഡി ആയിട്ട് വരാം. അപ്പൊ ഇത് സൂപ്പർ അല്ലേ, ബ്ലൗസും അത് മുന്താണിയും ബോർഡർ സൂപ്പർ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഓർഗൻസ് അതിന്റെ വെറൈറ്റി ഷെയ്ഡ്സ് ഏതൊക്കെയാടാ? എല്ലാം നൂത്തിലുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതിയേ. ഇത് ഫ്ലോറൽ ഇല്ലേ മോളെ? ഫ്ലോറൽ. പിന്നെ അത് വേറെ ഷെയ്ഡ് അതിന്റെ. ഇതിന്റെയൊക്കെ എങ്ങനെ റേറ്റ് എങ്ങനെ സ്റ്റാർട്ടിങ് എങ്ങനെയാ? 8,000. മെറ്റീരിയല് ഫ്ലോറൽ പ്രിന്റ്, ഫ്ലോറൽ പ്രിന്റ്, അതെ ഡിജിറ്റൽ പ്രിന്റൽ പല ഡിജിറ്റൽ സൂപ്പർ. ഡിജിറ്റൽ പ്രിന്റൽ പല. ഇതിന്റെ മുന്താണി സെയിം എല്ലാം അല്ല. പല്ലു ഇത് ബ്ലൗസ് പീസ് എല്ലാം സെയിം ആയിട്ട് വരും, സിംഗിൾ ഷെയ്ഡ് ആയിട്ട് വരും. ഈ ഷെയ്ഡ്സ് ഉണ്ട് ഇവിടെ ഫ്ലോറലിന്റെ. റെഡിമെയ്ഡ് ഫാൻസി ടൈപ്പ് അല്ലേ? റെഡിമെയ്ഡ് സാരിയുടെ ആണ്. റെഡിമെയ്ഡ് സാരി അല്ലേ? ആദ്യം നോക്കട്ടെ. പ്ലീറ്റ്സ് എങ്ങനെ? ഫ്രണ്ടില് പ്ലീറ്റ്സ് വരുമോ? സൈഡ് പ്ലീറ്റ്സ് ഫ്രണ്ടില് വന്നാ തിരിഞ്ഞില്ല ഇങ്ങോട്ട്? ഇങ്ങോട്ട് തിരിഞ്ഞില്ല. നീ ബ്ലൗസ് കാണിച്ചേ, ബ്ലൗസ് എടുത്ത് മേലെ വെച്ച് കാണിച്ചേ. ഇത് സ്ലീവ്, ഇതിന് ബ്ലൗസ് മറ്റേ നമുക്ക് ഓൾട്ടർ ചെയ്യാനുണ്ടോ? ബ്ലൗസ് സ്ലീവ് ഉണ്ട്, ഇതുണ്ട്. ഇതാണ് അതിൻ്റെ സൂപ്പർ. ഇതെല്ലാം റെഡിമെയ്ഡ് സാരി കളക്ഷൻസ് ആണ്. ഇതൊക്കെ 16,000 സംതിങ് വരും. ഇതൊക്കെ ഡിസൈനർ സാരീസാ. പ്ലെയിൻ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണെന്ന് തോന്നുന്നു ഇതൊക്കെ അല്ലേ? ഇതൊക്കെ എത്ര റേറ്റ് വരും നോക്കി. മോളെ ഇതൊക്കെ പാർട്ടി വെയർ അല്ലേ മോളെ? പാർട്ടി വെയർ എത്ര റേറ്റ് വരും ഇതൊക്കെ? 7,000. സാരി അത് 11-15 റേഞ്ച്. ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് വെറൈറ്റി കളക്ഷൻസും. ഫാൻസി ലാച്ചിയാണ്, ഫാൻസി ബ്രൈഡൽ കിടക്കുക സെലക്ഷൻസേ. അവിടെ ഈ എല്ലാം കാണുമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വന്നേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വേറൊരു വീഡിയോയിൽ ഡീപ്പായിട്ട് ഇടാം. റൈവൽസ് ഷെയ്ഡ്, ഒരു ഷെയ്ഡ്, ഇത് വേറൊരു ഷെയ്ഡ്, വേറെ ഷെയ്ഡ്. 7,000 സൗണ്ട്. ഇവിടെ പാർട്ടി വെയറിന് നല്ല സെലക്ഷൻസ് ഉണ്ട് അല്ലേ? ഒരുപാട് പറയാൻ പറ്റത്തില്ല, സൂപ്പർ സെലക്ഷൻ. നമ്മൾ ഇത്ര ഷോപ്പിൽ പോയിട്ടും പാർട്ടി വെയർ സെലക്ഷൻ ഞങ്ങൾ ഇവിടെ കണ്ടത് ഒരുപാടുണ്ടായിരുന്നു. അവിടെ കൂടെ വെച്ചു ഇങ്ങോട്ടേക്ക്. പാർട്ടി വെയർ കളക്ഷൻ പോത്തീസ് തന്നെ. ഇത് 19. വെഡിങ് ഇതൊക്കെ വെഡിങ് കളക്ഷൻസ് ആണ്. ഒരുപാട് കളക്ഷൻസ്. ഫുഡ് കോർട്ട്, നല്ല എന്തൊരു പിക്ക് ചെയ്യണം ഫുഡ്. ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ ടേബിളിൽ പോയി കഴിക്കണം. എന്തായാലും കഴിച്ചിട്ടോ, നമുക്ക് എന്തായാലും കഴിക്കണമല്ലോ. അതിന് ഓരോരോ സെക്ഷൻ വൈസ് അങ്ങേ അറ്റം വരെ സെക്ഷൻ വൈസ് ഉണ്ട്. ഞങ്ങളിപ്പം വെജാ മേടിച്ചതേ. ഊത്തപ്പം മേടിച്ചു ഞാൻ, ലക്ഷ്മി. ഊത്തപ്പം, നെയ്റോസ്റ്റ്, മിനി ഫലൂഡ, ഇത് ഇത്ര ഞങ്ങൾ ഓർഡർ ചെയ്തതേ. വലിയ പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ, അഫോർഡബിൾ ആണ് നമുക്ക്.
ഇത്രയും നാൾ ഉത്തപ്പം കഴിച്ചത് ഇത് ഉത്തപ്പം. ഞങ്ങളുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ്സിലൂടെ ഏർപ്പെടുത്തണം. ഞങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ, ഞങ്ങളുടെ വ്ളോഗിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലേ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.